ആ തുടങ്ങാം തുടങ്ങാം തുടങ്ങാം. അത്രേ ഉള്ളു. ഡ്രസ് ഇടട്ടെ. അയ്യോ ഡേ അതാര്? ഡ്രസ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇടമ്പഴേ കാണത്തുള്ളൂ. കണ്ടെത്തിരിക്കുക. എവിടെ ഐഡി പറ. എത്ര നമ്പർ? എത്ര? 1163 അല്ലെങ്കിൽ 69 ഇട്ട് നോക്കിയേ. 1163. നെടുവാണേ. എത്ര നമ്പര്? 1163. അല്ല 13 അല്ല. എന്നാ പിന്നെ ഞാനതങ്ങിടാ. ആ അടിച്ച് കറക്ക് നിന്നെ. KBS ഇവിടെ ഉള്ള കാര്യം അവനെ അറിഞ്ഞൂടായിരുന്നു കേട്ടാ. ഇപ്പളാ കാണണേ. എടാ കയ്യില് എത്രടാ? 15 15 ഇട്ടോക്കണോ? എടാ ഇതൊരു ഓറഞ്ച് ടൈപ്പ് അല്ലേ ഇത്? ഒന്ന് നോക്ക്. റെഡ് ആണോ? റെഡ് പോലെ എനിക്ക് റെഡ് ബ്ലാക്ക് ആണ്. പ്യുവർ റെഡ് ആണോ അത്? എനിക്ക് ഡൗട്ട് ഉണ്ട്. റെഡ് ആണ് അത്. റീഷെയ്ഡ് ആയിരിക്കും. റീഷെയ്ഡ് ഇല്ലല്ലോ. ആ പിന്നെങ്ങനെയാ റീഷെയ്ഡ്? നമുക്ക് റെഡ് ആണല്ലേ. റീഷെയ്ഡ് ഇടാത്തോണ്ടായിരിക്കും. അതായിരിക്കണം റീഷെയ്ഡ് ഇടാത്തോണ്ട്. ക്രിയേറ്റ് ചെയ്തതാണ് നമ്മളെല്ലാരും. എടാ കയ്യില് പറഞ്ഞ കൈ എത്രയാടാ? 189. കയ്യില് 15 ഇട്ട് വയ്ക്കണം. 15 മെലഡി 25 ഇട്ട് വയ്ക്കണം. 25 26 16 ഇട്ട് നോക്കിയോ? 16 ഇട്ടാ കറക്റ്റ്. ഏതെങ്കിലും ഒന്ന് പറയടാ. 16 എന്നിട്ടോ 16 ഇട്ടായിരിക്കും. 16 നോക്കാം. എന്റെ കയ്യില്ല. അണ്ണാ 0 എന്താ മതി. അവിടെ നോക്കിയേ, വേറെ ഒന്നും വേണ്ട. പക്ഷെ ഗ്ലൗ വരൂല. ഗ്ലൗ എന്തിനു? ഗ്ലൗ ഒരു ഐശ്വര്യമാണ്. Let's put this old phone back in service with the new Generate Background feature in Photoshop. First, we'll remove the background. Then click പാതി ഒടിച്ചിരിക്കും. പാന്റ് മാറിയടേ. പാന്റ് പറയാണ്. പാന്റാ മാറ്റിയത്. എനിക്ക് മിക്കവാറും കോപ്പിറൈറ്റ് അടി കിട്ടും കേട്ടാ ഇവിടുത്തെ പാട്ട് കാരണം. അന്ന് ഓഫാക്കില്ലേ? റേഡിയോ സ്റ്റേഷൻ ഓഫാക്കില്ലേ? ഒരു പാട്ട് വരണേ അത് കോപ്പിറൈറ്റ് ആണ്. ഒരു പാട്ട് എന്താ കോപ്പിറൈറ്റ് ചെയ്തിരിക്കുന്നത്? ഹെൽമെറ്റ് എത്രയാടാ ഐഡി? ഹെൽമെറ്റ് 189 189. Well, we shot the line, we went for broke with 1,000 screaming trucks and 11 long-haired friends of Jesus in a chartreuse microbus. Rubber duck just shot, Buster. Come on there, you got 10 force. ആളെ എത്ര വില വിട്ട് എന്റെ താടി കൊണ്ടുവരണം. എന്റെ കണ്ണു. എടാ ജയ്സാ ആമോ പാക്ക് എല്ലാം എല്ലാം പറ്റി. ഓ സെറ്റ് എടുത്തത്. ഓ സെറ്റ് ഹീലിങ്സും തന്നിട്ടുണ്ട്. അണ്ണാ ഓരോരുത്തരെ വരിവരിക്കാം. കൊടുത്താ പോരെ? ഇത് ആരിത്? ഞാൻ ഫസ്റ്റിൽ എത്തൂലാണ്. ഞാൻ അവിടെ ചത്താല് ഞാൻ ഇവിടെ എത്തും ആദ്യം. വണ്ടി എടുക്കാം അണ്ണാ. വണ്ടി റേഡിയോ സെറ്റ്. വാ വണ്ടി ഇല്ല ഞാൻ നടക്കാം. വണ്ടി എവിടെ എടുക്കണ്ടേ? ഇവിടെ തന്നെ. ഓ റാപ്റ്റർ. എടേ വണ്ടി സെറ്റ്. കേറ് വണ്ടി സെറ്റ് ആട്ടാ. അവൻ തന്നെ
അണ്ണ ഇത് എന്തിനാണ് നമ്മളന്ന് ഇങ്ങനെ ഇരിക്കുന്നു? വണ്ടി കിടിലോടാ. അത്രയേ ഉള്ളൂ. ഇവിടെ ഇതിന്റെ 6 ഇവിടെ കിടില ഹാൻഡിലിങ്, പെറ്റ് ഹാൻഡിലിങ്. ഇവിടെ ഇവിടെ ഒരു ഗ്യാങ് വാറിലൊക്കെ ഇങ്ങനെ വേണം വരാൻ, മനസ്സിലായ? ഒരു ഗ്യാങ് വാർ വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം. ഇവിടെ എന്ത് ഒന്ന് ഓട്ടിച്ചോക്ക്, ഒന്ന് ഓട്ടിച്ചോക്ക്. ഇറങ്ങുന്നോളൂ, ഓട്ടിച്ചോക്ക് ആരെങ്കിലും അല്ല, ഓട്ടിച്ചോക്ക്. വണ്ടി ഓട്ടിച്ച് അറിഞ്ഞോടത്തോടെ വണ്ടിയൊക്കെ നീ എവിടെ പോണേ? വണ്ടിയുടെ ഡിക്കി പോണ, വണ്ടിയുടെ ഡിക്കിയിലോട്ട് പോണ. ചാടി പോകും. ഇത് ചാടിപ്പിക്കാൻ അണ്ണാ കോമൺ വണ്ടി സെറ്റ് അല്ലേ? സെറ്റ് സാധനം. ഉള്ളൂ. എടാ നമ്മള് വണ്ടി ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ അങ്ങോട്ട് വരാം ഗ്യാങ് ഹൗസ്. നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഒന്ന് ഓട്ടിച്ചോട്ട് ഞാൻ പഠിച്ചോട്ട് നല്ല ഓട്ടിപ്പേട്ടാ. എടാ ഈ വണ്ടി കൺട്രോൾ ചെയ്യാനേ എല്ലാവർക്കും പറ്റും. ഇവനെ കൊടുക്കല്ലേ വണ്ടി? ഇവന് കൊടുക്കല്ലേ? ഈ വണ്ടി നിനക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യെങ്കിൽ പിന്നെ ഞാൻ പിന്നെ എന്തിനു പറയാം? വാലോറന്റിലുള്ളവനൊക്കെ പിടിച്ച് വണ്ടിയുടെ ഹാൻഡിലിംഗ് ഡബ്ല്യു അല്ലേ? എത്ര സ്പീഡിൽ വന്നാലും ആക്കാം. ഒരു രക്ഷയില്ലടാ ഇത്, ഒരു രക്ഷയില്ല. ആരുടെ ഇവിടുത്തെ ഹാൻഡിലിംഗ് പണിയുന്ന? എനിക്കൊന്ന് ഫ്യൂസ് ആണെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര കിടിലോടാ വണ്ടി. എല്ലാരും വണ്ടിയും കിടിലായിട്ട് പണി. ആ അതാണ്. അടേ എനിക്ക് വണ്ടി ഓടിച്ചപ്പോഴേ ഈ വണ്ടി നമ്മളെവിടെ വിചാരിക്കും അവിടെ നിക്കും വണ്ടി, മനസ്സിലാ? ആ നമുക്ക് പെട്ടിപ്പിച്ചത് പഴയ സാധനം. ആ അത് തന്നെ. വണ്ടി കിടന്ന് സ്റ്റണ്ട് ചെയ്ത് സെറ്റ് എല്ലാം പറ്റൂ. ഞാൻ അതാ നോക്കി ആ സാധനം പണ്ടത്തെ പോലെ കറക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. കോമൺ വണ്ടിയാണ്, സർവറിന്റെ കോമൺ വണ്ടിയാണ്. അല്ലാതെ നമ്മളെ വണ്ടിയല്ല ഇത്. നമ്മള് ഫയല് കൊടുത്തതല്ല ഇത്. ഇത് നമ്മള് ഫയല് കൊടുത്തല്ല. ഈ വണ്ടി സർവറിലുള്ള എല്ലാ ഗ്യാങ്സിനും കിട്ടുന്ന വണ്ടിയാണിത്, മനസ്സിലാ? അല്ലാതെ നമ്മളെ കോമൺ വണ്ടി അല്ല, നമ്മളെ വണ്ടിയല്ല. നല്ല കേറ്റാൻ പറ്റുമോ നോക്കി. എന്നാ ചെറിയ രസം നോക്കട്ടെ. വെയിറ്റ് ചെറിയ വണ്ടി ഒന്ന് ഓഫ് ആയതാ. എന്താ ഇവിടെ നമ്മള് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിവിടെ ഫെൻസ് ഇട്ട് സെറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മളെ കയറി പണ്ണും. ഉള്ള കാര്യം പറയാം. സത്യം. നമ്മളെ ഫെൻസ് നാളെ തന്നെ സെറ്റ് ചെയ്യണം. എടാ ഉണ്ടോ? എടാ ഇവന്റെ കയ്യിൽ കാണുമല്ലേ? എടാ ഇവിടെ ജോഷുവാ ചോദിച്ചോക്കെ നിന്റെ മച്ചം പീസ് ഒക്കെ ഈ ഗ്യാങ് ഹൗസ് യൂസ് ചെയ്തിട്ടില്ലേ? നമ്മടെ കൊമ്പന്റെ ഉണ്ടാവും ചെലപ്പോ. ഒറ്റ എനിക്ക് ഒറ്റ അടുത്തൊക്കെ പോയി ചോദിക്കാം. ഞാൻ പണിഞ്ഞോളാം, പുതിയത് പണിഞ്ഞോളാം. അതാണ് നല്ലത്. അതാണ് നല്ലത്. ഇവിടെ ഗ്യാങ് ഡ്രസ് നോക്കട്ടെ. ഇവിടെ എല്ലാരും വാ. ഇത് കുറച്ചും കൂടി വൃത്തി. ടെമ്പററി. എടാ വേറൊരു കേസ് നമ്മളറിയാലോ. 15 പേര് ലിസ്റ്റ് കൊടുത്തേക്കണ 15 പേരില് 3-4 പേരൊന്നും ഇല്ല. അപ്പം പ്രോപ്പറായിട്ട് ഇങ്ങോട്ട് വരുന്ന സിറ്റുവേഷൻ വന്നോട്ടെ, നമുക്കത് കൊടുക്കാം. ബട്ട് നമ്മളായിട്ട് അങ്ങോട്ട് എടുക്കാൻ പോകണ്ട, കാരണം ആളില്ല നമ്മളെ സൈഡ്, മനസ്സിലാ? അപ്പം വിത്തിന് 2-3 ദിവസത്തിനകത്ത് തന്നെ റിക്രൂട്ട്മെന്റ് എടുത്ത ആള് വന്ന ശേഷം ഈ ഗ്യാപ്പിൽ ആരെങ്കിലും വന്ന് ചൊറി എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അവനിട്ട് പൊട്ടിക്കാം ഫസ്റ്റ്. ഓക്കെ. അതുകൊണ്ട് ഇത് പറഞ്ഞ വരെ എന്തായാലും ചൊറിയ ആൾക്കാർ കാണാം. നമ്മളെ ഗ്യാങ് ആയതുകൊണ്ട് നാളെ മുതൽ വന്ന് ചൊറി മിനിറ്റില്ല അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാം ഒന്ന് എണ്ണി വെച്ചേരാ, അടി കിട്ടണൊക്കെ മേടിച്ച് വെച്ചേരാ. നമുക്കെല്ലാം തിരിച്ചു കൊടുക്കാം. ആളെ എടുത്തിട്ട് കൊടുക്കാം. 15 രൂപ ഒരു പോപ്പർ ഇല്ല പാറടിക്കാൻ പോലും. ഓക്കെ പറ.